കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചു. കുറ്റിക്കാട്ടൂർ ചെമ്മരത്തൂർ സ്വദേശിയെ ജിസ്നയാണ് മരിച്ചത്. കഴിഞ്ഞ 13 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലായിരുന്നു. മിഥില ബാലൻ മറ്റു വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 13 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഈ സ്ത്രീ ഉണ്ടായിരുന്നത്. ജിസ്ന എന്നാണ് പേര്. 38 വയസ്സുണ്ട്. കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നാൽ മുൻ കേസുകളിൽ, അതായത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നേരത്തെ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടിൽ കുളിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ച ഒരു ഹിസ്റ്ററി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ അത്തരമൊരു ഹിസ്റ്ററി ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത്. എന്തുതന്നെയായാലും പ്രദേശത്ത് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിണറുകളിൽ പരിശോധന നടക്കുന്നുണ്ട്, ക്ലോറിനേഷൻ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ യുവതി ഗർഭിണിയായിരുന്നു, 5 മാസം ഗർഭിണിയായിരുന്നു. ഈ ഒരു ചികിത്സയ്ക്കിടെ, അതായത് ഈ 13 ദിവസത്തിനിടെ ഈ ഗർഭം അലസിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾക്കിടയിൽ ചെറിയ ആശങ്കയുണ്ട്. കാരണം എങ്ങനെയാണ്, എവിടുന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു രോഗം എത്തിയത് എന്ന ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എസ്കെൻ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. കോഴിക്കോട് നിന്നാണ് മിഥില നമുക്കൊപ്പം ചേർന്നത്.